ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നു. എന്തുകൊണ്ട് ഇതുവരെയും ഒരു ഹിന്ദു എം എൽ എ ഗുരുവായൂരിൽ ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് വളരെ പിന്തുണയാണ് സമൂഹമാധ്യമങ്ങളിൽ ഉണ്ടാകുന്നത്. ഗുരുവായൂർ പോലെ പ്രസക്തമായ ഒരു ക്ഷേത്രമുണ്ടായിട്ടും യാതൊരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകാതെ മണ്ഡലം ഇതുവരെ കടന്നുപോയത് അതൊക്കെ അക്കമിട്ട് നിരത്തിയാണ് ബി ഗോപാലകൃഷ്ണന്റെ പ്രചാരണം. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറൊപ്പം ശരിയാണ്. അരുൺ, നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഒരു വശത്ത് കൃത്യമായൊരു ചോദ്യം ഉന്നയിക്കുന്നു ബി ഗോപാലകൃഷ്ണൻ, മറുവശത്ത് അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മ ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് നിങ്ങൾ ഒരു ഹിന്ദു MLA ഗുരുവായൂരിന് നൽകാത്തത് കൊണ്ടാണോ ഗുരുവായൂരിൽ അടിസ്ഥാന വികസനങ്ങൾ ഉണ്ടാകാതെ പോകുന്നത് എന്ന പ്രസക്തമായ ചോദ്യം അല്ലേ? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓരോ തിരഞ്ഞെടുപ്പും ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ വികസന കോട്ടങ്ങൾ, അതോടൊപ്പം തന്നെ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും വോട്ട് ചോദിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് ചിലർ ചേർന്ന് വളച്ചൊടിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയ ആയുധമാക്കി നീക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയത്. പക്ഷേ അത് അവർക്കൊക്കെ തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് എടുത്തു പറയേണ്ടത്. കൃത്യമായി തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇടയിലും ഇതൊരു വലിയ ചർച്ചയായി. അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലും ഇത് സജീവ ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1980 ശേഷം എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. അതിന് അദ്ദേഹം അക്കമിട്ട് കാര്യങ്ങൾ നിരത്തുകയും ചെയ്തിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂർ. നമുക്കറിയാം, ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടി വരുന്നത് ആ മഹാക്ഷേത്രത്തെക്കുറിച്ചാണ്. പതിനായിരങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു പുണ്യ സങ്കേതം കൂടിയാണ്. പക്ഷേ അതിനൊത്ത് അനന്തമായ സാധ്യതകളുണ്ടെങ്കിലും അതിനൊത്തുള്ള ഒരു വികസന പ്രവർത്തനമൊന്നും തന്നെ ഗുരുവായൂർ ഉണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് അവിടെ പ്രധാന പ്രശ്നമായി ഉന്നയിക്കുകയും ചെയ്തത്. ഇതിന് ഉത്തരവാദി ആരെന്നുള്ള ഏറ്റവും പ്രസക്തമായ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായ ഒരു ചോദ്യമാണ് ബി ഗോപാലകൃഷ്ണൻ NDAയുടെ സ്ഥാനാർത്ഥി അവിടെ ഉന്നയിച്ചത്. ആ ഉന്നയിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം മറ്റൊരു സാമൂഹ്യമായ ഒരു വിഷയം കൂടി അദ്ദേഹം ഉന്നയിച്ചത്. 1980 ശേഷം എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു MLA ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാത്തതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു. ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ, അത് വിവിധ ആളുകൾ ഈ ചോദ്യം എടുത്തു പറഞ്ഞിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രചരണം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ, അതായത് കുടിവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ, കുടിവെള്ളത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ തെളിവ് സഹിതം എടുത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു വിവാദമായി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൂടി സജീവമായി ഈ വിഷയത്തിൽ ചർച്ചയായിക്കൊണ്ട് മുന്നോട്ട് വരുന്നു. അത് രാഷ്ട്രീയ കേരളത്തിൽ തന്നെ കൃത്യമായ ഒരു ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൃത്യമായ ചോദ്യങ്ങൾ, ഒന്ന് വികസനത്തിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ വികസന പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സാമൂഹ്യമായുള്ള ഒരു ഇഷ്യൂ കൂടി, ഒരു പ്രശ്നം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കൃത്യമായി തന്നെ ഉത്തരം നൽകേണ്ട ഒരു ചോദ്യം കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വിവിധ അക്കൗണ്ടുകളിലൂടെ ചോദിച്ചുകൊണ്ടും ഇരിക്കുന്നത്. പക്ഷേ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ ആയുധമായിക്കൊണ്ട്, അല്ലെങ്കിൽ വലിയൊരു ചർച്ചയായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ ഈ ഒരു പോസ്റ്റിന്, ഈ ഒരു നിലപാടിന്, ഉറച്ച നിലപാടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേരളത്തിൽ തന്നെ ഏറ്റവും തെരഞ്ഞെടുപ്പ് എത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സജീവ ചർച്ചയാകുന്ന ഒരു വിഷയം കൂടിയായി ഈ ഗുരുവായൂർ മണ്ഡലം മാറുകയാണ്. അതോടൊപ്പം തന്നെ ബി ഗോപാലകൃഷ്ണൻ NDAയുടെ സ്ഥാനാർത്ഥിയുടെ ആ വാക്കുകൾ, ഏറ്റവും പ്രസക്തമായ ആ വാക്കുകൾ കൂടി വലിയ സജീവ ചർച്ചയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കൃഷ്ണരാജ്.